1 കിലോ ബീഫ് കറി വെക്കാൻ നമ്മൾ 3 സവാളയും ഒരു 12 ചെറിയുള്ളി, ഒരു 6 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ ബീഫ് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് ആവശ്യത്തിന് ഉപ്പ്, ഏകദേശം ഒരു 3/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് യോജിപ്പിച്ച് കൈവച്ച് നന്നായി തിരുമ്പി യോജിപ്പിക്കുക. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തീ നന്നായി കറി തിളച്ച് വരുന്നത് വരെ തീ കൂട്ടിയിടുക. അതിനുശേഷം തീ ഏറ്റവും കുറവിലാക്കി വെച്ച് അടച്ചുമൂടി വേവിക്കുക. ഈ സവാളയും എല്ലാം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കട്ടറിലിട്ട് അരിഞ്ഞു വെച്ചത് ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റാൻ വെക്കുക. കുറച്ച് ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വാടിക്കിട്ടും. ഇതിലേക്ക് ഏകദേശം ഇതിപ്പോൾ വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു തക്കാളി കൂടി അരിഞ്ഞതിലേക്കിട്ട് ഒന്നും കൂടെ വഴറ്റാൻ വെക്കുക. ഇത് ഏകദേശം വഴണ്ട് റെഡിയായി വരുമ്പോൾ നമ്മുടെ ബീഫിലേക്ക് യോജിപ്പിച്ച് ഒരു 20 മിനിറ്റ് കൂടെ അടച്ചു മൂടി തീ ചെറുതാക്കി തന്നെ ഇട്ടിട്ട് വേവിക്കാൻ വെക്കുക. എന്നാലേ മസാല ബീഫിനോട് നന്നായി യോജിച്ച് ചേരുകയുള്ളൂ. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം, ഗ്രേവി കുറച്ച് തിക്കായി വരാൻ വേണ്ടിയിട്ട്. കുറച്ച് വേപ്പില കൂടെ കീറിയിടുക. ബീഫ് ഏകദേശം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഓരോ ബീഫിൻ്റെയും വേവ് വ്യത്യാസമായിരിക്കുള്ളൂ, അതനുസരിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാൻ. കറി റെഡിയായതിന് ശേഷം ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുക.